കാണുന്നതിനെ ത്യജിക്കാനും കാണാത്തതിലേക്ക് ഇറങ്ങാനും അബ്രഹാമിലുണ്ടായ മാറ്റമാണ് പരീക്ഷയുടെ ആദ്യഘട്ടം. സ്വതന്ത്രം കാണുന്നതിനെ ത്യജിക്കണം. സ്വന്തക്കാര്, ബന്ധക്കാര്, പിതൃഭവനം, ജാർജക്കാര്, പ്രിയപ്പെട്ടവർ, സ്വന്തം ദേശം ത്യജിക്കേണ്ട കാര്യം തനിക്കില്ല. എന്നാൽ ഇതുവരെയും പരിചയമില്ലാത്തൊരു സ്വരം തന്നെ പേര് ചൊല്ലി വിളിച്ചിറക്കിയപ്പോൾ കാണുന്നതിനെ വിടാനും കാണാത്തതിലേക്ക് ഇറങ്ങാനും തന്നിലുള്ള മാറ്റം, അല്ലെങ്കിൽ അതിനോടുള്ള തന്റെ അനുസരണ മനോഭാവം, അതാണ് പരീക്ഷയുടെ ആദ്യഘട്ടം. തികഞ്ഞ പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ച് ഈ രാത്രിയിലും ദൈവവചനത്തിനു മുമ്പിൽ നമ്മുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. ഈ രാത്രിയിലെ ദൈവവചന ധ്യാനത്തിനായി നമുക്ക് എബ്രായ ലേഖനം 11-ാം അധ്യായം, എബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 17, 18, 19 വാക്യങ്ങൾ വായിക്കാം. ഒരാളൊന്ന് വായിച്ച് സഹായിച്ചാൽ നന്നായിരിക്കും. എബ്രായ ലേഖനം 11-ാം അധ്യായം 17, 18, 19 വാക്യങ്ങൾ. നമ്മൾ ഇന്നും നാളെയുമായി ഈ തിരുവെഴുത്തുകളെ ഒരുമിച്ച് ധ്യാനിച്ച് മുൻപോട്ട് യാത്ര ചെയ്യും. നമ്മൾ ഈ 13 അധ്യായങ്ങൾക്കും വേറിട്ട വ്യത്യസ്തതകൾ ഇതിനകത്തുണ്ട്. പ്രത്യേകിച്ച് 12-ാം അധ്യായം, നമ്മൾ വായിച്ചത് 11-ാം അധ്യായമാണ്. 12-ാം അധ്യായമൊക്കെ ഇരുന്നൊന്ന് ധ്യാനിച്ച, വെറുതെ വായിച്ചു വിടുകയല്ല, ഒരു പത്രം വായിക്കുന്ന ലാഘവത്തോടു കൂടെയല്ല, ആത്മാവോട് ഏകീഭവിച്ചുകൊണ്ട് തിരുവെഴുത്തുകളെ ധ്യാനിച്ചാൽ, വിശേഷാൽ 12-ാം അധ്യായമൊക്കെ നമ്മൾ ഇരുന്നൊന്ന് ധ്യാനിച്ചാൽ വേദപുസ്തകം മുഴുവൻ വായിച്ചൊരു എഫക്റ്റ് ആ ഒറ്റ അധ്യായത്തിലുണ്ട്. ഒരു മനുഷ്യന്റെ, ഒരു ഭക്തന്റെ ഈ മണ്ണിലെ ജീവിതം മുതൽ ഇളകാത്ത രാജ്യം വരെ അവൻ ആരായിരിക്കണം, ഏത് വിധമായിരിക്കണം, എങ്ങനെയായിരിക്കണം എന്നുള്ള വളരെ കൃത്യതയുള്ള പാഠങ്ങൾ, പ്രബോധനങ്ങൾ, കർശനമായ ഉപദേശങ്ങൾ, ആമേൻ, ദൈവത്തിന്റെ പരമാധികാരത്തിന്റെ ഓർമ്മപ്പെടുത്തൽ എന്നിങ്ങനെ ഈ മണ്ണ് തുടങ്ങി ഇളകാത്ത രാജ്യം വരെ നാമുമായി ബന്ധപ്പെട്ട സകല മേഖലകളും ലഘുവായിട്ടെങ്കിലും പരാമർശിച്ചിട്ടുള്ള അധ്യായമാണ് 12-ാം അധ്യായം. ഞാനിതിനെ ഇങ്ങനെ വർണ്ണിക്കാറുണ്ട്: വേദപുസ്തകത്തിന്റെ അന്തസത്ത മുഴുവനും കടഞ്ഞെടുത്ത് ശേഖരിച്ചിരിക്കുന്ന ഒരു നിധികൂടം എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ 12-ാം അധ്യായത്തെ വിശേഷിപ്പിക്കാം. എന്നാൽ ഇന്ന് രാത്രി നാം വായിച്ചത് 11-ാം അധ്യായമാണ്. 11-ാം അധ്യായത്തിലേക്ക് വരികയാണ്. 11-ാം അധ്യായം വിശ്വാസത്തിന്റെ നിർവചനം തുടങ്ങി വിശ്വാസവീരന്മാരുടെ പട്ടികകൾ, വിശ്വാസത്തിന്റെ അനുസരണം, വിശ്വാസത്തിന്റെ ആരാധന, വിശ്വാസത്തിനായി ഭക്തന്മാർ കഴിച്ച പോരാട്ടം, വിശ്വാസത്താൽ പ്രാപിച്ച വാഗ്ദത്ത നിവർത്തി, വിശ്വാസത്താൽ അവർ കർത്താവിന് വേണ്ടി വില കൊടുത്ത ആത്മീയ അനുഭവങ്ങൾ എന്നിങ്ങനെ വിശ്വാസം എന്ന മഹത്തായ വിഷയത്തിന്റെ വിവിധ ദിശാവീക്ഷണം നമുക്ക് 11-ാം അധ്യായത്തിൽ കാണാം. സ്തോത്രം. നമുക്ക് നേരെ വായിച്ച 3 കുറിവാക്യത്തിലേക്കും വാക്യത്തിലേക്ക് വരുമ്പോൾ, ആമേൻ, ഇവിടെ 17, 18, 19 എന്നീ 3 വാക്യങ്ങൾ ദൈവം ആദരിച്ച ആരാധന എന്ന മഹത്തായ വിഷയമാണ് ഈ 3 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ ചിന്താ വിഷയവും അത് തന്നെയാണ്. ദൈവം ആദരിച്ച ആരാധന. അബ്രഹാമിന്റെ ചരിത്രമാണ് ഈ വിഷയം ഇവിടെ പരാമർശിച്ചുകൊണ്ട് പൗലോസ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. ആമേൻ. അബ്രഹാമിന്റെ ചരിത്രത്തിലൂടെയാണ് ഈ മഹത്തായ വിഷയം ഇവിടെ പരിചയപ്പെടുത്തുന്നത്. സ്തോത്രം. നമുക്ക് വചനത്തിലേക്ക് വരാം. ഈ 3 വാക്യങ്ങൾ വളരെ ഗൗരവമേറിയ ആത്മീയ പാഠങ്ങൾ, നമ്മുടെ ആത്മീയ ജീവിതത്തിന് കരുത്ത് പകരുന്ന വചന സത്യങ്ങളാണ്. നമുക്കതിലേക്ക് പ്രാർത്ഥനയോടെ കടന്നു വരാം. അബ്രഹാമിന്റെ ജീവിതത്തിന്റെ ഒരു ലഘു വിവരണം ആദ്യ വാക്യത്തിൽ തന്നുകൊണ്ടാണ് ഈ വിഷയത്തെ ഇവിടെ ആരംഭിക്കുന്നത്. അബ്രഹാമിന്റെ ജീവിതത്തെ പരാമർശിച്ചുകൊണ്ടാണ് അബ്രഹാമിന്റെ ആരാധനയിലേക്ക് ഈ വാക്യം വിരൽ ചൂണ്ടുന്നത്. എന്താണ് അബ്രഹാമിന്റെ ജീവിതത്തിന്റെ പ്രത്യേകത? 17-ാം വാക്യത്തിന്റെ ആദ്യ വരിയിൽ ഇങ്ങനെ പറയുന്നുണ്ട്: വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ എന്ന് പറയുന്ന ഈ ആദ്യ വരിയിൽ നിന്നുകൊണ്ട്
എന്താണ് അബ്രഹാമിന്റെ ജീവിതമെന്ന് നമുക്ക് ആ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. എന്തായിരുന്നു അബ്രഹാമിന്റെ ജീവിതം? അബ്രഹാമിന്റെ ജീവിതം വിവിധങ്ങളായ പരീക്ഷകളോടുകൂടിയതായിരുന്നു. വിവിധങ്ങളായ പരീക്ഷകളോടുകൂടിയതായിരുന്നു. പരീക്ഷകളുടെ വിവിധ മുഖങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനിച്ചു കഴിഞ്ഞു. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ആമേൻ. അബ്രഹാമിന്റെ ജീവിതം പരീക്ഷകളോടുകൂടിയതായിരുന്നു. നമുക്ക് ബൈബിളിലെ ഭക്തന്മാരുടെ പേരുകളൊക്കെ പരാമർശിക്കുമ്പോൾ ആമേൻ, പഴയ നിയമത്തിലെങ്കിലും പുതിയ നിയമത്തിലെങ്കിലും ചില ചരിത്രങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് ആ ചരിത്രങ്ങൾക്കകത്തുനിന്ന് ഒരു സംഭവം അല്ലെങ്കിൽ ഒരു സന്ദേശം നമുക്ക് ഉൾക്കൊള്ളാനുണ്ടാകും. ഇയ്യോബിന്റെ പേര് പറഞ്ഞാൽ, ഇയ്യോബിന്റെ ചരിത്രം പറഞ്ഞാൽ ആ ഇയ്യോബിന്റെ ചരിത്രത്തിൽ നിന്നൊരു സന്ദേശം ഉൾക്കൊള്ളാനുണ്ടാകും. അബ്രഹാമിന്റെ ആണെങ്കിലും മോശയുടെ ആണെങ്കിലും ദാവീദിന്റെ ആണെങ്കിലും പുതിയ നിയമഭക്തന്മാരിലേക്ക് വന്നാലും ആമേൻ, ഏതൊരു സന്ദേശം പറയുമ്പോഴും ഏതൊരു വ്യക്തിയുടെ ചരിത്രം പറഞ്ഞാലും ആമേൻ, അതിനോട് ബൈബിളിലെ പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ അവരുടെ ചരിത്രത്തോട് ചേർത്ത് വെക്കാൻ കഴിയും. അത് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും. സ്തോത്രം. ഞാനതിനെ ഒന്നിങ്ങനെ തിരിച്ചു പറയുമ്പോൾ ഒന്നുകൂടെ ലളിതമായി മനസ്സിലാകും. ബൈബിളിൽ ഏതൊരു സന്ദേശം പറഞ്ഞാലും അതിന് ഉദാഹരണമായി പറയാൻ ചിലരുടെ പേരുകൾ നമുക്ക് ഓർമ്മ വരും. ആരാധനയെ കുറിച്ച് പറഞ്ഞാൽ അല്ലെങ്കിൽ പാടി ദൈവത്തെ സ്തുതിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന്, കുറഞ്ഞ പക്ഷം ഈ ദാവീദിന്റെ നൃത്തമൊന്നും പുതിയ നിയമത്തിന്റെ ആരാധനയുടെ വ്യവസ്ഥയായിട്ടൊന്നും ബന്ധമൊന്നും ഇല്ലെങ്കിലും പുതിയ നിയമത്തിലെ സഭയെ ആരാധിപ്പിക്കാനാണെങ്കിലും ദാവീദിന്റെ നൃത്തം നമ്മൾ പരാമർശിക്കാറുണ്ട്. പഴയ നിയമത്തിൽ നമ്മൾ വലിയൊരു വിമർശന വിഷയമൊന്നും എടുത്തു വെച്ച് ഇന്ന് രാത്രി സമയം കളയാൻ ആഗ്രഹിക്കുന്നില്ല, എങ്കിലും പറഞ്ഞുവിടാം. ദാവീദിന്റെ നൃത്തം വാസ്തവത്തിൽ അവൻ ദൈവത്തെ സ്തുതിച്ച നന്ദി പ്രകടനങ്ങളുടെ ഒരു ഭാഗമാണ്. അവിടെ ആരാധന നിലനിൽക്കുന്നത് യാഗത്തിലാണ്. യാഗമാണ് പഴയ നിയമകാലത്തിൽ ദൈവത്തിന്റെ ആരാധന എന്ന് പറയും. നമ്മൾ ആരാധനയിലേക്കാണ് വരുന്നത്. പിന്നീട് ആ ഭാഗം ഒന്ന് നന്നായി നമുക്ക് വിശദീകരിക്കാം. എങ്കിലും ആരാധന എന്ന് 10 വട്ടം പറയുമ്പോഴും കുറഞ്ഞ പക്ഷം ദാവീദിന്റെ ആ നൃത്തം നമുക്ക് ഓർമ്മ വരും, മിരിയാമിനെ ഓർമ്മ വരും, അല്ലെങ്കിൽ അബ്രഹാമിന്റെ യാഗം നമുക്ക് ഓർമ്മ വരും. സ്തോത്രം. പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞാൽ യാബോക്ക് കടവിലെ യാക്കോബിന്റെ പ്രാർത്ഥന നമുക്ക് ഓർമ്മ വരും. ഇങ്ങനെ പഴയ നിയമത്തിലെ ഭക്തന്മാർ ഏത് സന്ദേശം പറഞ്ഞാലും പുതിയ നിയമത്തിലാണെങ്കിൽ അവരുടെ പേരുകൾ നമുക്ക് ഓർമ്മപ്പെടുത്താനുണ്ട്. ബൈബിളിലെ കഥാപാത്രങ്ങളെ മാറ്റി നിർത്തൂ. നമ്മളൊക്കെ ജീവിച്ച നമ്മുടെ നാടുകളിൽ നമുക്ക് മുൻപേ ജീവിച്ച് ഇന്ന് കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ട നിരവധി വിശുദ്ധന്മാർ, ഭക്തന്മാരുണ്ട്. ആമേൻ. പഴയ കാലങ്ങളിലൊക്കെ സഭയിൽ ഏതൊരു ഉപദേശം പറഞ്ഞാലും ഏതൊരു സന്ദേശം പറഞ്ഞാലും അതിനോട് ബന്ധപ്പെടുത്തി പറയാൻ, ഉദാഹരണമായി പറയാനുള്ളവർ സഭയ്ക്കകത്തുണ്ടായിരുന്നു, കുടുംബത്തിലുണ്ടായിരുന്നു, നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. സ്വതന്ത്രം. ചില സന്ദേശങ്ങൾ രോഗശാന്തിയെ കുറിച്ച് പറഞ്ഞാൽ ചൂണ്ടിക്കാണിക്കാരുടെ കുറച്ച മാതാപിതാക്കൾ നമുക്കുണ്ടായിരുന്നു. വിശുദ്ധ ജീവിതത്തെ കുറിച്ച് പറഞ്ഞാൽ ചിലരുടെ പേരുകൾ നമുക്ക് ഓർമ്മ വരും, അല്ലേ? സ്വതന്ത്രം. ഏത് വിഷയം പറഞ്ഞാലും വ്യക്തികൾ നമുക്കുണ്ടായിരുന്നു. ഞാൻ ഇത്രയും ഇങ്ങനെ വളഞ്ഞു വന്നതിന്റെ കാരണം ഞാൻ പറയാം. നിങ്ങളും ഇങ്ങനെ അന്തിച്ചിരിക്കുന്നത് എന്തോ ഈ പറഞ്ഞു വരുന്നതെന്ന് ഞാൻ പറയാം. നമ്മളെ കുറിച്ച് പറയുമ്പോൾ നിങ്ങളും ബൈബിളുമായി തട്ടിച്ചു നോക്കുമ്പോൾ ബൈബിളിലെ ഏതു ഭാഗവുമായിട്ടാണ് നമ്മൾ ബന്ധപ്പെട്ടിരിക്കുന്നത്? നമ്മുടെ സ്വഭാവമായി ബന്ധമുള്ള ഏത് സന്ദേശമാണുള്ളത്? അങ്ങനെ സ്വയപരിശോധന ചെയ്താൽ ആമേൻ, പലപ്പോഴും നമ്മൾ ഒത്തിരി ദൂരെയുള്ളവരായി മാറും. ദൈവമക്കളെ, ബൈബിളിലെ ആത്യന്തിക സന്ദേശങ്ങളൊക്കെ നമ്മുടെ മുഖമുദ്രയായി മാറണം, നമ്മുടെ സ്വഭാവമായി മാറണം, അത് നമ്മുടെ പേരായിട്ട് മാറണം. ചിലരൊക്കെ എന്തെങ്കിലും ബൈബിളിനെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ബൈബിളിലെ സന്ദേശങ്ങൾ പറയുമ്പോൾ കുറഞ്ഞ പക്ഷം നമ്മുടെ പേരും പരാമർശിക്കത്തക്കവണ്ണം ദൈവിക സന്ദേശവുമായി ആഴമായ ബന്ധമുള്ള ജീവിത ശൈലി ഉണ്ടാകണം. ഹല്ലേലൂയ. വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ സഭയിലുള്ളവരെ കുറിച്ച് ഓർമ്മ വരണം. ആമേൻ. പണ്ട് ഇടുക്കിയിൽ എൻ്റെ പിതാവ് ദീർഘവർഷങ്ങൾ ശുശ്രൂഷിച്ചൊരു സഭയിൽ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്നതിന് ഇങ്ങനൊരു കമ്മിറ്റി വന്നു. അപ്പോൾ ഒരു പ്രസംഗം നടത്തിയ അധ്യക്ഷന്റെ ഗുണഗണങ്ങളൊക്കെ പപ്പ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അധ്യക്ഷൻ നിരപവാദ്യനായിരിക്കണം, ഏകഭാര്യയുടെ ഭർത്താവായിരിക്കണം, തല്ലുകാരനരുത്, മദ്യപനരുത്, ഇങ്ങനെ ദീർഘമായി വിശദീകരിച്ചപ്പോൾ എല്ലാവർക്കും അറിയാം ഇത്രയും പ്രസംഗിച്ചാലും ആരാണ് സെക്രട്ടറി ആകാനുള്ളതെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. എങ്കിലും അതൊരു ചടങ്ങായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പപ്പ ഇതിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറകിൽ ഒരാൾ പറഞ്ഞു, അങ്ങനെയാണ് വെളി നാളെ ഇറക്കേണ്ടി വരും. ഈ വചനപ്രകാരം എല്ലാം കൊണ്ട് നോക്കി നമ്മൾ ആളെ വെക്കാൻ നിന്നാൽ വെളി നാളെ ഇറക്കേണ്ടി വരും. ആമേൻ. ദൈവവചനവുമായി ബന്ധമുള്ള സ്വഭാവമുള്ളവരൊക്കെ
നമ്മൾ പഠിക്കുമ്പോൾ നമുക്കിനി വെളിയിൽ നിന്ന് ആളെ അന്വേഷിക്കരുത്, നമ്മുടെ ഇടയിൽ നിന്ന് ആളുകളുടെ പേര് പറയണം. ഞങ്ങളുടെ ഇടയിൽ പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. വിശുദ്ധ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മളിലെ ചെറുപ്പക്കാരെ ഓർമ്മ വരണം, നമ്മുടെ മാതാപിതാക്കളെ ഓർമ്മ വരണം, ബൈബിളിലെ സന്ദേശവുമായി ആഴമായ ബന്ധമുണ്ടാകണം. ഞാൻ എന്തിനാണ് ഇത് ഇത്രയും പറഞ്ഞത്? അബ്രഹാമിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടി വരുന്ന ചിന്തകൾ വാഗ്ദത്തം, അനുഗ്രഹം, നന്മ പ്രാപിച്ച അനുഗ്രഹങ്ങൾ, അതൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് കൂടി വരുന്നത്. ശരിയാണ്, അബ്രഹാമിന്റെ ചരിത്രം പറയുമ്പോൾ മേൽത്തരമായ അനുഗ്രഹങ്ങൾ, ശ്രേഷ്ഠമായ വാഗ്ദത്ത നിവർത്തികളൊക്കെ നമുക്ക് ഓർമ്മ വരും. എന്നാൽ അബ്രഹാം ഉന്നതമായ വിടുതലുകൾ പ്രാപിച്ചിട്ടുണ്ട്. അബ്രഹാം ഉന്നതമായ അനുഗ്രഹങ്ങളിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ട്. അബ്രഹാം ഉന്നതമായ നിലകളിൽ ദൈവിക പ്രവർത്തികളെ കണ്ടിട്ടുണ്ട്. എന്നാൽ ഡയറക്റ്റ് ഒരു അനുഗ്രഹത്തിലേക്കല്ല യാത്ര ചെയ്തത്, ഡയറക്റ്റ് ഒരു വിടുതലിലേക്കല്ല യാത്ര ചെയ്തത്. പരീക്ഷകളിലൂടെ യാത്ര ചെയ്താണ് താൻ ആ വാഗ്ദത്തങ്ങളുടെ, അനുഗ്രഹങ്ങളുടെ പൂർത്തീകരണങ്ങളിലേക്ക് എത്തപ്പെട്ടത്. സ്വതന്ത്രം താൻ എത്രത്തോളം മികച്ച അനുഗ്രഹങ്ങൾ പ്രാപിച്ചിട്ടുണ്ടോ, താൻ എത്രത്തോളം മികച്ച വിടുതലുകളെ ഏറ്റെടുത്തിട്ടുണ്ടോ, തത്തുല്യമായ പരിശോധനയിലൂടെ, തത്തുല്യമായ പരീക്ഷകളിലൂടെ താൻ യാത്ര ചെയ്തിട്ടുണ്ട്. ദൈവത്തിൽ നിന്ന് വൻകാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നവർ, ദൈവം വലുതായി വിടുവിക്കണം, വലുതായി അനുഗ്രഹിക്കണം, ദൈവം വൻകാര്യങ്ങൾ ചെയ്യണമെന്ന് കരുതുന്നവരോട് ഇന്ന് രാത്രി ഒരു കാര്യം പ്രബോധന വാക്കായി പ്രാരംഭത്തിൽ ഓർമ്മിപ്പിക്കട്ടെ. തത്തുല്യമായ പരീക്ഷകളിലൂടെ നമ്മൾ യാത്ര ചെയ്യേണ്ടി വരും. സ്വതന്ത്രം. എന്നാൽ പരീക്ഷകളൊന്നും നമ്മളെ തകർക്കാനല്ല, പരീക്ഷകൾ മൂല്യനിർണയം നടത്തുന്നതാണ്, പരീക്ഷകൾ പാകപ്പെടുത്തുന്നതാണ്. സ്വതന്ത്രം. ഞാനും നിങ്ങളൊക്കെ അനുഭവിക്കുന്ന പരീക്ഷാകാലത്ത് ആരും കൂടെ കാണത്തില്ല കേട്ടോ. ക്ലാസ് റൂമിൽ എല്ലാവർക്കും ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നോർമലായി ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം കൂട്ടുകാർ ഗ്യാങ് ആയിട്ടൊക്കെ ഇരിക്കുന്നത്. എത്ര വലിയ നോർമലി ഒരു ക്ലാസ്സിൽ ഒരു ബെഞ്ചിൽ 4 പേരിരുന്നു. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പരീക്ഷാ സമയമാകുമ്പോൾ കൂടിയിരിക്കുന്ന ചങ്ക് ബ്രോയൊക്കെ എടുത്തങ്ങോട്ട് മാറ്റും. എത്ര ഹൃദയത്തിന്റെ ആഴമുള്ള ബന്ധമാണെന്ന് പറഞ്ഞാലും പരീക്ഷാ സമയം വരുമ്പം ഒരു ബെഞ്ചിൽ 2 പേരെ കാണത്തുള്ളൂ. ചില വലിയ പരീക്ഷകൾക്ക് ഒറ്റ ബെഞ്ചിൽ ഒരുത്തനെ കാണത്തുള്ളൂ. സ്വത്രം. ഗ്രേഡ് മാറുന്നതിനനുസരിച്ച് പരീക്ഷയുടെ സ്വഭാവത്തിന് മാറ്റമുണ്ട്. സ്വത്രം. ചിലർക്ക് 10ാം ക്ലാസ്സിലെ റിസൾട്ട് വേണം, പക്ഷെ 10ാം ക്ലാസ്സിലെ പരീക്ഷ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അവർക്ക് LKGയിലെ പരീക്ഷയാണ് ഇഷ്ടം. LKGയിലെ പരീക്ഷ ടീച്ചറും കൂടെ ചേർന്നിരുന്ന് അടുത്ത് പിടിച്ച് 3/4 ഉത്തരവും ടീച്ചർ തന്നെയാണ് പറയുന്നത്. ഗ്രേഡ് മാത്രം ഇവന് കിട്ടും, കയ്യടി ഇവന് കിട്ടും. നമുക്ക് 10ാം ക്ലാസ്സിലെ റിസൾട്ടും LKGയിലെ പരീക്ഷ ഇത് രണ്ടും നടന്നു പോകില്ല. വലിയതാണ്, വൻകാര്യങ്ങളാണ് നമ്മുടെ മനസ്സ് നിറയെങ്കിൽ മനസ്സിലാകണം, തത്തുല്യമായ പരിശോധനകളിലൂടെ യാത്ര ചെയ്യേണ്ടുന്നവരാണ്. ഞാനൊരു ആശ്വാസ വാക്കെന്ന നിലയിൽ പറയാം, വിവിധങ്ങളായ പരിശോധനാ ഘട്ടങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന ദൈവത്തിലെ ഇത് തകർത്ത് കളയാനല്ല, പ്രിയരായവരെയും ബന്ധമുള്ളവരെയൊക്കെ മാറ്റി നിർത്തിയത് ഉടച്ചു കളയാനല്ല. അതിൻ്റെ പിന്നിൽ ദൈവത്തിന് വലിയ പദ്ധതികളുണ്ട്. കരങ്ങൾ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുക്കണം. ഞാൻ പരീക്ഷ എന്ന വാക്കിനെ ദീർഘമായി വിശദീകരിക്കാതെ മുന്നോട്ട് യാത്ര ചെയ്യാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ഒറ്റ വാക്ക് പറയാം, ഈ പരീക്ഷ എന്ന് കേൾക്കുമ്പോൾ അസ്വസ്ഥരാകുന്ന ആരാന്നറിയാമോ? പരീക്ഷ എന്ന് കേൾക്കുമ്പോൾ അസ്വസ്ഥരാകുന്നത് ഉഴപ്പന്മാരാണ്. ഭാവിയെക്കുറിച്ച് ധാരണയില്ലാത്തവരാണ്. പഠിക്കുന്ന കുഞ്ഞുങ്ങള് പരീക്ഷ എന്ന് പറയുമ്പോഴേ ആദ്യം മനസ്സിൽ അവനൊരു മാർക്ക് നിശ്ചയിക്കും, എന്നിട്ട് അതിനുവേണ്ടി പോരാടും. ഉഴപ്പന്മാരങ്ങനല്ല, അവർ പരീക്ഷ എന്ന് കേൾക്കുമ്പോഴേ അസ്വസ്ഥരാകും. എന്നാൽ റിസൾട്ട് ഭയങ്കര ഇഷ്ടമാണ് താനും. ജയിക്കുകയും വേണം, പരീക്ഷയെ ഫേസ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ ചില പരിശോധനകളിൽ അസ്വസ്ഥരാകുന്നുണ്ടെങ്കിൽ പരീക്ഷാകാലത്തിൽ ദൈവം എന്താഗ്രഹിക്കുന്നു അത് തെളിവാക്കിക്കൊണ്ട് പരിശോധനകളിൽ തളർന്നു പോകാതെ, പരീക്ഷാകാലഘട്ടങ്ങളിൽ തളർന്നു പോകാതെ ഒരു നല്ല റിസൾട്ട് പ്രാപിക്കത്തക്കവണ്ണം നമുക്ക് മുൻപോട്ട് യാത്ര ചെയ്യാം. അബ്രഹാം കടന്നു വന്ന പരീക്ഷകളുടെ അതിപ്രധാനമായ 3 മേഖലയാണ് നമ്മുടെ ചിന്തയുടെ പ്രധാനപ്പെട്ട ഭാഗം. അബ്രഹാമിന്റെ പരീക്ഷയുടെ 3 മേഖല. 1, കൽദയരുടെ പട്ടണമായ ഊരിൽ നിന്നുള്ള പുറപ്പാട്. 2,
പ്രായാധിക്യത്തിൽ തലമുറ എന്ന വാഗ്ദത്തം. 3, പ്രിയമകനെ യാഗം കഴിക്കുന്നതിലെ ദൈവപ്രസാദം. ഒന്നുകൂടെ ആവർത്തിക്കാം. ഒന്നാമത്തേത്, അബ്രഹാം അഭിമുഖീകരിച്ച പരീക്ഷയുടെ 3 കാലഘട്ടം, 3 പടികൾ. ഒന്നാമത്തേത് കൽദയരുടെ പട്ടണമായ ഊരിൽ നിന്നുള്ള പുറപ്പാടാണ്. 2, പ്രായാധിക്യത്തിൽ ഒരു തലമുറ എന്ന വാഗ്ദത്തമാണ്. 3, പ്രിയമകനെ യാഗം കഴിക്കുന്നതിലെ ദൈവപ്രസാദമാണ്. അതാണ് പരീക്ഷയുടെ 3 കാലഘട്ടങ്ങൾ. ഈ 3 പരീക്ഷാഘട്ടവും ബൈബിളിലെ അതിമഹത്തായ 3 സന്ദേശങ്ങളുമായി ബന്ധിതമാണ്. ബൈബിളിലെ അതിമഹത്തായ 3 സന്ദേശങ്ങളുമായി ബന്ധിതമാണ്. ഒന്നാമത്തെ പരീക്ഷ അനുസരണം സംബന്ധിച്ചും, രണ്ടാമത്തെ പരീക്ഷ വിശ്വാസം സംബന്ധിച്ചും, മൂന്നാമത്തെ പരീക്ഷ ആരാധന സംബന്ധിച്ചതുമാണ്. ഒന്നാമത്തേത് അനുസരണം, രണ്ടാമത്തേത് വിശ്വാസം, മൂന്നാമത്തേത് ആരാധന. ബഹുമാന്യ ദൈവദാസൻ ആരംഭത്തിൽ ഓർമ്മിപ്പിച്ചൊരു പദമുണ്ട്. ചില വഴികളിലൂടെ അവൻ നമ്മളെ നയിക്കുമ്പോൾ ദൈവത്തിന് അതിന്റെ പിന്നിൽ ആത്യന്തികമായ പദ്ധതികളുണ്ട്. ചില കഷ്ടങ്ങൾ, പ്രതിസന്ധികൾ അനുവദിക്കപ്പെടുമ്പോൾ അതിനകത്ത് ദൈവം ചിലത് ആഗ്രഹിക്കുന്നു. അവിടെ റിജു ജോസഫ് എന്താഗ്രഹിക്കുന്നു എന്നതല്ല, ദൈവം ആഗ്രഹിക്കുന്നതാണ് പൂർത്തീകരിക്കപ്പെടേണ്ടത്. നമ്മളിപ്പോ കടന്നു പോകുന്ന പരീക്ഷ, അല്ലെങ്കിൽ നമുക്കൊക്കെ പരിചയമുള്ള കുറെ വാക്കുകളുണ്ടല്ലോ, പോരാട്ടം, പ്രതിസന്ധി, പരീക്ഷ, പരിശോധന എന്നൊക്കെ നമ്മൾ ഈ വിലയിരുത്തുന്ന വഴികളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, ആമേൻ, പലപ്പോഴും ആ പ്രശ്നങ്ങളും അല്ലെങ്കിൽ ആ പരീക്ഷയും നമ്മളെയും കൂടാണ് ബന്ധിപ്പിക്കുന്നത്. എന്നിട്ട് ഇതിനകത്ത് നിന്ന് നാം ആഗ്രഹിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മൾ കരകയറാൻ ദൈവത്തെ സപ്പോർട്ടാക്കുന്നു, ദൈവത്തെ സപ്പോർട്ട് ചെയ്യുന്നു, ദൈവത്തെ ആശ്രയിക്കുന്നു, ദൈവത്തിന്റെ സഹായം, ദൈവത്തിന്റെ കരുതൽ, ദൈവീകമായ വഴികളെ നമ്മൾ അവിടെ ആശ്രയിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് അകപ്പെടുന്നവർ അതിൽ നിന്ന് കരകയറാൻ നമ്മൾ വച്ച ചില മാർഗങ്ങളെ അവിടെ അവലംബിക്കുകയാണ്. എന്നാൽ ദൈവമക്കളെ, ദൈവം ചില വഴികളിൽ കടത്തിവിടുന്നത്, ദൈവം ചില വഴികളിൽ നമുക്ക് അനുവദിക്കുന്നത്, ആമേൻ, അവിടെ ദൈവം എന്നെയും നിങ്ങളെയും പണിയാൻ ആഗ്രഹിച്ച, പുതുക്കാൻ ആഗ്രഹിച്ച, രൂപാന്തരപ്പെടുത്താൻ ആഗ്രഹിച്ച ഒരു അനുഭവമുണ്ട്. അത് പൂർത്തീകരിക്കാനുള്ള ദാഹമാണ് നമുക്കുണ്ടാകേണ്ടുന്നത്. ചില ദൈവ ഇഷ്ടങ്ങൾ ചിലപ്പോൾ എനിക്കും നിങ്ങൾക്കും വേണ്ടവണ്ണം ഇഷ്ടപ്പെട്ടില്ലെന്ന് വരാം. സങ്കീർത്തനത്തിൽ പറയുന്നു, നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട്, അവൻ തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്നു. അത് എനിക്ക് ഇഷ്ടമായാലും ഇല്ലെങ്കിലും ദൈവം തനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും. സഹോദരം, നമ്മൾ പലപ്പോഴും നമ്മൾ ദൈവഹിതത്തിന് ഒത്തിരി വാല്യൂ കൊടുക്കുന്നവരാണല്ലേ. ദൈവഹിതത്തിന് പ്രത്യേകിച്ച് സ്ഥലമാറ്റമൊക്കെ വരുമ്പോൾ, കല്യാണമൊക്കെ വരുമ്പോഴാണ് ആ ദൈവഹിതം സംബന്ധിച്ച് പെട്ടെന്നൊരു ആശങ്കയൊക്കെ ഉണ്ടാകുന്നത്. ചിലർക്ക് ദൈവഹിതം സംബന്ധിച്ചുള്ള ആശങ്ക അവിടെ ഒരേ റേഞ്ചിലുള്ള 3 കല്യാണാലോചന മോക്ക് വന്നു കഴിഞ്ഞാൽ പെട്ടെ ഇതിലേതാണെന്നുള്ളൊരു ആശങ്ക പിന്നെ ദൈവഹിതത്തിന് വേണ്ടി ഒത്തിരി അധ്വാനിക്കാറുണ്ട്. എന്നാൽ നോർമൽ ജീവിതത്തിൽ എവിടെയും ഞാൻ ഇന്ന് ദൈവഹിതപ്രകാരമാണോ, ആമേൻ, എൻ്റെ വഴികൾ, എൻ്റെ സ്വഭാവം, എൻ്റെ ജീവിതം എന്നൊന്നും ചിന്തിക്കാറില്ല. നമ്മുടെ നേട്ടങ്ങളുമായി ബന്ധപ്പെട്ട് നഷ്ടം ഉണ്ടാകരുതല്ലോ എന്ന് ചിന്തിച്ചാണ് പലപ്പോഴും ദൈവഹിതത്തെ ആശ്രയിക്കുന്നത്. ദൈവഹിതത്തിന് വിധേയപ്പെടുക എന്ന് പറയുന്നത് കീഴ്പ്പെടലാണ്, അനായാസം. എൻ്റെ ഇഷ്ടങ്ങളെ സാധിച്ചെടുക്കാനുള്ള ഒരു ആത്മീയത അത്രപ്പാടായിട്ട് അതിനെ കാണരുത്. സ്വതന്ത്രം, എല്ലാ ദൈവ ഇഷ്ടമൊന്നും നമുക്ക് വേണ്ട. ദൈവത്തിന് മാത്രം ഇഷ്ടമായാൽ പോരാ, ചിലത് നമുക്കും കൂടി ഇഷ്ടമായാലേ നമ്മൾ അതിനെ സ്വീകരിക്കത്തുള്ളൂ. നമുക്കിഷ്ടമല്ലാത്ത ദൈവ ഇഷ്ടങ്ങളെ പലപ്പോഴും കണ്ണും പൂട്ടി ശാസിക്കാറുണ്ട്. അമ്മേ, യേശുവിന്റെ നാമത്തിൽ തടസ്സങ്ങളെ ചില വഴികളിൽ ദൈവം നമ്മളെ നിർബന്ധിക്കും. ചിലവ് ഇഷ്ടമല്ലാത്ത രാത്രികളിലേക്ക്, ഇഷ്ടമല്ലാത്ത വഴികളിലേക്ക്, ഇഷ്ടമല്ലാത്ത ആഴങ്ങളിലേക്ക് അവൻ രാത്രിയിൽ നമ്മളെ നിർബന്ധിച്ചെന്ന് വരാം. ദൈവമക്കൾ, ഇന്ന് രാത്രി ഒരു കാര്യം പറയാം, നമുക്കിഷ്ടമായാലും ആമേൻ, ദൈവത്തിന്റെ വിലക്കുകളെ ആമേൻ നിങ്ങൾ അതിക്രമിച്ച് കടക്കരുത്. ദൈവം വിലക്കിയതിനെ ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ച റിസൾട്ട് അവിടെ ഉണ്ടാകാം, നിങ്ങൾ പ്രതീക്ഷിച്ച അനുഗ്രഹങ്ങൾ അവിടെ കാണാം, നിങ്ങൾ പ്രതീക്ഷിച്ച മേൽത്തരമായ വഴികൾ അവിടെ കാണാം. പക്ഷെ ദൈവം വിലക്കിയതിനെ മറികടക്കരുത്. 2 കാര്യം അതിനോട് ചേർന്ന് പറയാം. ദൈവത്തിന്റെ നിർബന്ധങ്ങളെ കാലതാമസം വെക്കരുത്, ദൈവത്തിന്റെ വിലക്കുകളെ അതിക്രമിക്കരുത്.
സ്വതന്ത്രം ചില വ്യക്തികളോടുള്ള വ്യക്തമായ ദൈവശബ്ദമാണ്. ആമേൻ. മാനുഷിക ബുദ്ധിയിൽ കണക്ക് കൂട്ടിയിട്ട് ഇത് ദൈവഹിതമെന്ന് കരുതിയ ചെറുത് ചിലപ്പോൾ ദൈവത്തിന് ഹിതമല്ലായിരിക്കാം. ദൈവിക ഇഷ്ടങ്ങൾ മാത്രം നമ്മിൽ പൂർത്തീകരിക്കപ്പെടേണ്ടതിന് നമുക്ക് സമർപ്പിക്കാം. ഓക്കെ, നമുക്ക് വചനത്തിലേക്ക് വരാം. അബ്രഹാം കടന്നുപോയ പരീക്ഷകളുടെ 3 ഘട്ടത്തിൽ ഒന്നാമത്തേത് ഊരിൽ നിന്നുള്ള പുറപ്പാടാണ്. നമുക്ക് ഈ ചരിത്ര ഭാഗമെല്ലാം വിശാലമായിട്ട് അറിയാം. അതുകൊണ്ട് ഞാൻ ഇതിന്റെ പഴയ നിയമ ചരിത്രത്തെ അതിന്റെ ക്രമത്തിൽ വിശദീകരിക്കാനല്ല ആഗ്രഹിക്കുന്നത്. ഈ പഴയ നിയമത്തിൽ നിന്നുള്ള, അല്ലെങ്കിൽ നമ്മൾ ഈ വായിച്ച വാക്യത്തിൽ പരാമർശിക്കപ്പെട്ട പഴയ നിയമ ചരിത്രത്തിന്റെ പുതിയ നിയമത്തിന്റെ വീക്ഷണമാണ് പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോകാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. സഹോദരം, ദൈവവചനത്തിന്റെ വീക്ഷണം നിങ്ങൾ നോക്കൂ. അബ്രഹാമിനെ കൽദയരുടെ പട്ടണമായ ഊരിൽ നിന്ന് വിളിച്ചിറക്കുമ്പോൾ ശ്രദ്ധിച്ചേ, ഒരു ഗതിയും വരഗതിയും ഇല്ലാത്തതുകൊണ്ട് ഇറങ്ങിയതല്ല അബ്രഹാം. താൻ നിന്ന ദേശത്ത് നിക്കക്കള്ളി ഇല്ലാതെ അമ്മേൻ, അല്ലെങ്കിൽ എല്ലാം നശിച്ച് ആ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്ക് വീണപ്പോഴല്ല അബ്രഹാം ഇറങ്ങിയത്. അബ്രഹാമിന് മറ്റൊരു ദേശം, മറ്റൊരു യാത്ര, മറ്റൊരു ദൈവം, മറ്റൊരു ആത്മീയ സമ്പ്രദായം, ഇതൊന്നും ഇപ്പോഴാവശ്യമില്ല. താൻ നിൽക്കുന്ന മതം, താൻ നിൽക്കുന്ന ചുറ്റുപാട്, തന്റെ കുടുംബം, തന്റെ ഉപജീവന മാർഗം, ഇവയെല്ലാം അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം സംതൃപ്തിയുള്ള വഴിയാണ്. എന്നാൽ അമ്മേൻ, എല്ലാം തനിക്ക് സംതൃപ്തിയായി സന്തോഷമായി ഇരിക്കുകയാണ്, എല്ലാം തനിക്ക് നിറവായി ഇരിക്കുകയാണ്. പേര് ചൊല്ലി വിളിച്ചിട്ട് ദൈവം അവനോട് പറയുന്നു, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടണം. ഞാനതിന് ഇങ്ങനെ പറയാറുണ്ട്, ഈ ദൈവം തന്നെ വിളിച്ചിറക്കുമ്പോൾ നിങ്ങൾ ആ വാക്കിനെ നോക്കുകയും, കാണുന്നതിനെ ത്യജിക്കാനും കാണാത്തതിലേക്ക് ഇറങ്ങാനും അബ്രഹാമിലുണ്ടായ മാറ്റമാണ് പരീക്ഷയുടെ ആദ്യഘട്ടം. സ്വതന്ത്രം, കാണുന്നതിനെ ത്യജിക്കണം. സ്വന്തക്കാര്, ബന്ധക്കാര്, പിതൃഭവനം, ജാർജക്കാര്, പ്രിയപ്പെട്ടവർ, സ്വന്തം ദേശം, കാണുന്നതിനെ ത്യജിക്കണം. ത്യജിക്കേണ്ട കാര്യം തനിക്കില്ല. എന്നാൽ ഇതുവരെയും പരിചയമില്ലാത്തൊരു സ്വരം തന്നെ പേര് ചൊല്ലി വിളിച്ചിറക്കിയപ്പോൾ കാണുന്നതിനെ വിടാനും കാണാത്തതിലേക്ക് ഇറങ്ങാനും തന്നിലുള്ള മാറ്റം, അല്ലെങ്കിൽ ആ വലിയ തീരുമാനത്തിന് താൻ കൊടുത്ത വില, അല്ലെങ്കിൽ അതിനോടുള്ള തന്റെ അനുസരണ മനോഭാവം, അതാണ് പരീക്ഷയുടെ ആദ്യഘട്ടം. ആമേൻ. വേണമെങ്കിൽ തനിക്ക് പിന്തിരിയാം, എന്നാൽ വെളിപ്പെട്ട ദൈവശബ്ദം ഞാൻ റിസ്ക് എടുത്ത് അനുസരിച്ചു എന്നൊന്നും അബ്രഹാമിന് പറയാൻ കഴിയില്ല. ഞാൻ പറയട്ടെ പ്രിയരെ, ആമേനെല്ലാം കാണുന്നതിനെ ത്യജിക്കാനും കാണാത്തതിലേക്ക് ഇറങ്ങാനും അബ്രഹാമിനെ പാകപ്പെടുത്തിയത് ഞാൻ ചെല്ലാനുള്ള ദേശത്തിന്റെ സങ്കല്പങ്ങളല്ല, മോഹന വാഗ്ദാനങ്ങളല്ല. ആമേൻ. ഞാൻ നിന്നെ ഇവിടത്തെക്കാൾ അവിടെ മാനിക്കാം, ഇവിടത്തെക്കാൾ അവിടെ ഉയർത്താം, ഇവിടത്തെക്കാൾ അവിടെ വൻകാര്യങ്ങൾ ചെയ്യാമെന്നുള്ള മോഹന വാഗ്ദാനങ്ങളൊന്നുമല്ല. മറിച്ച് തന്റെ മേൽ മുഴങ്ങിയ ദൈവശബ്ദത്തിന്റെ സ്വാധീനമാണ് താൻ നിലവിലുള്ളതിനെ വിട്ട് ആമേൻ ദൈവത്തെ അനുസരിച്ച് താൻ ഇറങ്ങിത്തിരിച്ചത്. സ്വോത്രം. ഇന്ന് രാത്രി ഒരു വിധത്തിൽ നമ്മുടെ ഈ ആത്മീയാത്ര അങ്ങനല്ലേ? അമ്പരചുംബികളായ ദൈവാലയങ്ങളെ വിട്ട്, പള്ളിയും മേടകളൊക്കെ വിട്ട്, ആഡംബരങ്ങളും ആർഭാടങ്ങളൊക്കെ വിട്ട് ഇറങ്ങിത്തിരിച്ച നമ്മുടെ യാത്രയും കാണുന്നതിനെ തിരിച്ച് കാണാത്തതിലേക്ക് ഇറങ്ങിത്തിരിച്ചത് ആമേൻ. കാണാത്തത് എന്ന് ഞാൻ പറഞ്ഞത് മാനുഷിക കണ്ണുകളാൽ കാണാത്ത ഒന്നിലേക്ക് ഇറങ്ങിത്തിരിച്ചത് ആമേൻ ആ വിളിച്ച ദൈവത്തിന്റെ ശബ്ദത്തിന്റെ പരമാധികാരമാണ്. സ്വതന്ത്രം. ഒന്നാമത്തെ പരീക്ഷാഘട്ടം അനുസരണങ്ങളിലൂടെയാണ് തെളിവാകുന്നത്. ഒന്നാമത്തെ പരീക്ഷാഘട്ടം അനുസരണങ്ങളിലൂടെയാണ് തെളിവാകുന്നത്. ഇന്ന് രാത്രി ഒരു കാര്യം ദൈവമക്കളോട് പറയാം. ദൈവത്തിന്റെ ശബ്ദം, ദൈവത്തിന്റെ ആലോചന, ദൈവത്തിന്റെ ദൂത് എന്നൊക്കെ പറഞ്ഞ് പല ശബ്ദങ്ങൾ കേട്ടിട്ടും ദൈവത്തിന്റെ ആലോചനകളെ ചികഞ്ഞിട്ട്, ദൈവത്തിന്റെ ശബ്ദങ്ങളെ ചികഞ്ഞിട്ട് അനുസരിക്കേണ്ടതിനെ ഒഴിവാക്കിയും പ്രാപിക്കാനുള്ള അനുഗ്രഹങ്ങളുടെ വഴികളെ മാത്രം വലുതാക്കിയും കണ്ട് ആമേൻ അനുഗ്രഹങ്ങളിൽ മാത്രം അഭയം ചൊല്ലിപ്പോകുന്ന മനോഭാവമുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഇത് മാറ്റിവെക്കണം. ചിലരോട് കർത്താവ് പണ്ടേ പറഞ്ഞതാ, ഇതല്ല നിന്റെ വഴിയെന്ന്, ഇതല്ല നിന്റെ യാത്രയെന്ന്. സ്വത്രം. ദൈവം മുന്നേമേ പറഞ്ഞതാ, അരുളി ചെയ്തതാ, നിന്നിലൊരു നിയോഗം ഉണ്ടെന്ന്. ദൈവത്തിന്റെ വാക്കുകളെ മറികടന്നുള്ള സഞ്ചാര പദങ്ങളൊന്നും തികവായ ദൈവപ്രവൃത്തിയിലേക്ക് നമ്മളെ എത്തിക്കയില്ല. സ്വതന്ത്രം.
ദൈവമക്കളോട് ഹൃദയം നിറഞ്ഞ് ഇന്ന് രാത്രി പറയാം, അനുസരണങ്ങൾ, ദൈവശബ്ദത്തോടുള്ള മറുചോദ്യങ്ങളില്ലാത്ത അനുസരണം നമുക്ക് വലിയ ദൈവപ്രവർത്തികളിലേക്ക് നമ്മെ എത്തിക്കുക തന്നെ ചെയ്യും. കണക്കുകൂട്ടലുകളൊന്നും നടക്കില്ലായിരിക്കാം, കണക്ക് കൂട്ടാനുള്ള സാധ്യതകളുമില്ലായിരിക്കാം, പക്ഷേ അനുസരണ മനോഭാവം നമ്മൾ മറ്റൊരു ഭാഗത്തിൽ അല്പം കൂടെ വിശാലമായി അതിനെ ഒന്നുകൂടെ പങ്കുവെക്കുന്നുണ്ട്. മൂന്നാമത്തെ പരീക്ഷാഘട്ടത്തിൽ എല്ലാവർക്കും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, 1.5 മണിക്കൂർ 2 മണിക്കൂർ ദൈവവചനം തലനാരിയുടെ കീറി പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങാൻ നേരം ചോദിച്ചു, ഇന്ന് ഞങ്ങളോടൊന്നും ഇല്ലായിരുന്നു. അതിൻ്റെ അർത്ഥം എന്നാ? അവസാനം മോനെ മോളെ എന്ന് വിളിക്കാത്തോണ്ടുള്ള വിഷമം. സ്വതന്ത്രം, അല്ലെങ്കിൽ എൻ്റെ മകൻ, എൻ്റെ ദാസൻ, ഞാൻ കാണുന്നു, നീ എന്തോ കണ്ടാലും വിഷയം, ഞാൻ കാണുന്നു കണ്ടാൽ അതിനെ ആരാധിക്കുന്നവർ, സ്വതന്ത്രം, അതിൽ സന്തോഷിച്ച് ആനന്ദിക്കുന്നവർ. ദൈവമക്കളെ, ഒരു കാര്യം പറയാം, ദൈവത്തിൻ്റെ കൽപ്പനകളോട് വിമുഖത കാണിക്കുന്നവരെ ദൈവം എല്ലാ കാലത്തും കൂടെ കൂട്ടുകയില്ല. പുറപ്പാടിന്റെ ധ്വനി പ്രാപിച്ചവർ ഒരു കാര്യം വളരെ കർശനമായി പരിശുദ്ധാത്മാവ് നൽകുന്ന നിയോഗത്തോട് പറയാം, ദൈവിക വേലയുടെ നിയോഗം പ്രാപിച്ച പലരും ആ നിയോഗങ്ങളിൽ നിന്ന് വഴുതി മാറി സഞ്ചരിക്കുന്നവരുണ്ട്. അതിനെ എന്താ പറയാ, നിങ്ങൾ മഹാഭാവികളായിട്ടൊന്നും അടിച്ചേൽപ്പിച്ച് ചിത്രീകരിക്കുകയല്ല. ദശാംശം കറക്റ്റ്, സ്വോത്രകാഴ്ച കറക്റ്റ്, ഭക്തി, വിശുദ്ധ ജീവിതം എല്ലാം കറക്റ്റ്. പക്ഷേ ചില കുടുംബങ്ങളിൽ ചില തലമുറകളെ കുറിച്ചുള്ള ദൈവശബ്ദം, ആമേൻ, വലിയ നിയോഗങ്ങൾ പ്രാപിച്ചിട്ട് ആ നിയോഗങ്ങളിൽ നിന്ന് വഴുതി സഞ്ചരിക്കുന്ന ചിലരോട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനുള്ള അവസാനത്തെ മുന്നറിയിപ്പും കൂടെയാണ്, ആ നിയോഗങ്ങളിലേക്ക് മടങ്ങി വരണം. സ്വതന്ത്രം, ചില തലമുറകളെ അതിനായി ഒരുക്കിയെടുക്കണം. ഇതല്ല അവന്റെ വിളിയെന്ന്, ഇതല്ല അവന്റെ വഴിയെന്നും അറിഞ്ഞിട്ട് സാഹചര്യം മാറിയപ്പോൾ, ലൈഫ് സ്റ്റൈൽ മാറിയപ്പോൾ, ഉന്നത വിദ്യാഭ്യാസം കൈയടക്കി കഴിഞ്ഞപ്പോൾ, അമ്മേൻ, ദൈവം ഇങ്ങോട്ട് പറഞ്ഞതിനെ മാറ്റിവെച്ചിട്ട് അങ്ങോട്ട് ചിലത് എഴുതി അപേക്ഷിച്ച്, അങ്ങോട്ട് ചിലത് പറഞ്ഞിട്ട്, അമ്മേ ദൈവമേ അവിടെ എത്തിക്കണം ഇവിടെ എത്തിക്കണം എന്ന് പറഞ്ഞ് ഉന്നതമായ വഴികളിൽ യാത്ര ചെയ്യുന്ന ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ആ നിയോഗങ്ങളിലേക്ക് ചിലതിൽ മടങ്ങി വന്നേ മതിയാകുകയുള്ളൂ. ഞാൻ ഈ ദിവസങ്ങളിൽ നിങ്ങളെ പോലെ തന്നെ ഒരു നൊമ്പരം ഏറ്റെടുക്കുന്ന ഒരാളാണ്. കാരണം ചില ശുശ്രൂഷകൾ, ഇത് ഒരു വിധത്തിൽ ഈ സൂമിലെ പ്രസംഗം, ദൈവവചനം നിങ്ങൾ കേൾക്കുന്നു, ദൈവവചനം നിങ്ങൾ ക്രിയ ചെയ്യും, അതെല്ലാം വിശ്വസിക്കുന്നു. അപ്പോൾ തന്നെ നമ്മുടെ കൂട്ടായ്മയിൽ നടക്കേണ്ട ശക്തമായ ചില വിടുതലുകൾ ഉണ്ടായിരുന്നു. ചില കൃപാവരങ്ങളിലേക്ക് ജനം മടങ്ങി വരേണ്ട ആത്മീയ ശുശ്രൂഷകൾ തെളിവാകേണ്ട സമയമുണ്ടായിരുന്നു. നിയോഗങ്ങളിലേക്ക് സമർപ്പിക്കപ്പെട്ടവർ, വഴിമാറി സഞ്ചരിക്കുന്നവർ മടങ്ങി വരേണ്ട നിമിഷങ്ങളായി അവരുടെ മേലുള്ള ദൈവത്തിന്റെ പ്രവർത്തികൾ വലുതായി വെളിപ്പെടേണ്ടതാണ്. സ്തോത്രം, ഹല്ലേലൂയ. വലിയൊരു ആത്മീയ അന്തരീക്ഷം നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ സഭയ്ക്കകത്ത് വെളിപ്പെടുക. എത്രയെന്ന് പറഞ്ഞാലും ഏതാണ്ട് ഇപ്പൊ പഴയ കൊരിന്ത്യ സഭ പോലൊക്കെയാണ് എല്ലാവരും ഇരിക്കുന്നത്. അവർ കുടുംബമായിട്ട് വരുന്നവരിടത്തിരിക്കുന്നു, കുടുംബമായിട്ട് വരുന്ന ഇടയ്ക്ക് തോണ്ടുന്നു, അങ്ങോട്ട് സംശയം ചോദിക്കുന്നു, ഇങ്ങോട്ട് വെക്കുന്നു. അപ്പോൾ ഏതാണ്ട് ആ പരുവത്തിലൊക്കെയാണ് ഇപ്പോൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയാം, നിങ്ങളൊരു നൊമ്പരത്തോടെ ഏറ്റെടുക്കാൻ കഴിയുമോ? ചില ഹൃദയങ്ങൾ ഇന്ന് രാത്രി മടങ്ങി വരാൻ കഴിയുമോ? അനുസരണാ മനോഭാവത്തിലേക്ക്, ദൈവം ആവശ്യപ്പെട്ടതിലേക്ക്, കാണുന്നതിനെ വിടാനും കാണാത്തതിലേക്ക് ഇറങ്ങാനും. ആമേൻ, നീ വിടുക, നീ ചുവട് മുമ്പോട്ട് വയ്ക്കുക എന്ന് പറഞ്ഞപ്പോൾ ബുദ്ധിയിൽ കണക്ക് കൂട്ടുമ്പോൾ ആമേൻ നഷ്ടമാണ്, ബുദ്ധിയിൽ കണക്ക് കൂട്ടുമ്പോൾ ആമേൻ ശൂന്യതയാണ്. എന്നാൽ ചുവട് വെക്കാൻ കഴിയാതെ ഭാരപ്പെടുമ്പോൾ ഒരു കാര്യം പറയാം, സാഹചര്യങ്ങളെ മാറി. അയ്യോ, എനിക്ക് പെട്ടെന്ന് ഈ ബിസിനസ് ഉപേക്ഷിക്കാൻ പറ്റില്ല ദൈവമേ. അബ്രഹാം പറയാ, ഞങ്ങൾ പാരമ്പര്യങ്ങളെ ചെയ്തു വരുന്നതാണ്, പെട്ടെന്ന് ഉപേക്ഷിക്കാൻ പറ്റില്ല, പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല, പെട്ടെന്ന് ഇറങ്ങാൻ പറ്റില്ല, അപ്പനെ അമ്മയെ വേദനിപ്പിക്കാൻ പറ്റില്ല, ചുറ്റുപാടുകളെ വേദനിപ്പിക്കാൻ പറ്റില്ല, എല്ലാവരെയും നോക്കണ്ടേ, എല്ലാവരെയും കാക്കണ്ടേ, എല്ലാം ചെയ്യണ്ടേ എന്നുള്ള ന്യായങ്ങളെല്ലാം ഇന്ന് രാത്രി ഒഴിവാക്കി വെച്ചിട്ട് അമ്മേൻ വെളിപ്പെട്ട ദൈവശബ്ദത്തോട് പണ്ഡിതനാകുകയല്ല വേണ്ടുന്നത്, അനുസരണ മനോഭാവത്തോടെ ചുവട് മുന്നോട്ട് വയ്ക്കാൻ. സാധ്യതകളൊന്നും കാണില്ലായിരിക്കാം, പക്ഷേ അനുസരണത്തിനകത്ത് ആമേൻ വഴിയുണ്ട്. എല്ലാം ഒരുങ്ങിയിട്ടിറങ്ങാൻ നിൽക്കരുത്. ചിലരെല്ലാം ക്രമപ്പെടുത്തി ഒന്ന് സെറ്റിൽ ചെയ്തിട്ടിറങ്ങാനാണ്. സെറ്റിൽ ചെയ്യാൻ നടക്കില്ല, അതൊരു സെറ്റിൽമെന്റിലേക്ക് വരില്ല, എല്ലാം ഒരു ക്രമത്തിലേക്ക് വരില്ല. ദൈവം പറഞ്ഞതിനെ ഒരു കുഞ്ഞിനെ പോലെ അനുസരിച്ചിറങ്ങാൻ താല്പര്യമുള്ളവർ ഇന്ന് രാത്രി മടങ്ങി വരണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഓർമ്മിപ്പിക്കുന്നു. സ്വത്രം, അബ്രഹാം വലിയ ജാതിയായി വന്നതും നമുക്ക് ആ വലിയ ജാതിയായി മാറിയതും പേര് മാറിയതും ആമേൻ വൻകാര്യങ്ങൾ ഏറ്റെടുത്തതുമാണ് നമ്മളെ അലട്ടുന്നതെങ്കിൽ മറുചോദ്യങ്ങളില്ലാതെ അനുസരിച്ച് അബ്രഹാമിന്റെ ചരിത്രം നിങ്ങൾ ഓർക്കണം. പരീക്ഷയുടെ ആദ്യഘട്ടങ്ങൾ,
മറുചോദ്യങ്ങളില്ലാതെയുള്ള അനുസരണങ്ങളാണ്. ആമേൻ. ഞാൻ ആ ഭാഗം വിടുകയാണ്. നമ്മളിലുള്ള ദൈവിക വാഗ്ദത്തങ്ങൾക്ക് ആമേൻ പറയുകയും എന്നാൽ ദൈവം ആവശ്യപ്പെടുന്ന ആജ്ഞാപനങ്ങൾക്ക് ദൈവത്തിന്റെ കൽപ്പനകളോട് വിമുഖത കാണിക്കുകയും ചെയ്യുന്ന അനുഭവം കൊണ്ട് നമുക്ക് ആത്മീയയാത്ര മുന്നോട്ട് നടക്കുകയില്ല. സോദരം, വാഗ്ദത്തം പിന്നീടാണ്, ആദ്യം ഇറങ്ങാനാ പറഞ്ഞത്. ദൈവമക്കളെ, അബ്രഹാം സമ്പത്തുണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിയതല്ല. അബ്രഹാം മറ്റൊരിക്കൽ ദൈവത്തോട് പറയുന്നത്, അബ്രഹാമിനോട് ദൈവം പറയുന്നുണ്ടല്ലോ, സർവ്വസമ്പത്തും ഇരിക്കെ, ദാസിദാസന്മാർ ഇരിക്കെ, ആടുമാടുകൾ ഇരിക്കെ, സർവ്വതും ഇരിക്കുക പറഞ്ഞേ, ഞാൻ നിന്നെ അനുഗ്രഹിക്കാമെന്ന്. നമ്മൾ പറയുന്ന ഈ അനുഗ്രഹവും നമ്മൾ കേൾക്കുന്ന ഈ വിടുതലും നമ്മൾ കേൾക്കുന്ന വാഗ്ദത്തം നമ്മൾ കണക്കൂട്ടുന്ന മേഖലയിലല്ല. പഴയ നിയമ ചരിത്രം തന്നെ ദൈവം പറഞ്ഞ അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്തം, അത് അനുഗ്രഹം പണത്തിന് മീതെയാണ്. ധനം ഇരിക്കുക പറഞ്ഞേ, സമ്പത്ത് ഇരിക്കുക പറഞ്ഞു നിന്നെ അനുഗ്രഹിക്കാന്ന് പറയുമ്പോൾ അത് സമ്പത്തിന്റെ വർധനവല്ല, സമ്പത്ത് കൊണ്ട് നേടാൻ കഴിയാത്തൊരു അനുഭവമാണ് ആ അനുഗ്രഹം. യാക്കോബ് സർവസമ്പത്തും സർവ നന്മകളും അക്കരെ കടത്തിയതിനു ശേഷം പ്രാർത്ഥിച്ചെടുത്തതാണ്, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ലെന്ന് പറയുമ്പോൾ പണമാണോ യാക്കോബേ? പദവിയാണോ യാക്കോബേ? ആടുമാടുകളോ? ഇതെല്ലാം ഇരിക്കല്ലേ അനുഗ്രഹം ചോദിച്ചെന്ന് പറഞ്ഞാൽ ദൈവീക അനുഗ്രഹം പണത്തിന് മീതെയാണ്. ദൈവിക വിടുതലുകൾ നാം വെക്കുന്ന അതിരിന് മുകളിലാണ്, മറന്നു പോകരുത്. ദൈവിക വിഷയങ്ങളെ മാനുഷിക വിഷയങ്ങളായി താഴ്ത്തിക്കെട്ടുന്ന മനോഭാവങ്ങൾ, അതാണ് മാറേണ്ടുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞ. ആമേൻ. ദൈവം അനുഗ്രഹിക്കും എന്ന് പറഞ്ഞപ്പോഴേ ഇന്ന് വരെ എണ്ണിയതിനേക്കാൾ കൂടുതൽ എണ്ണും എന്ന് പറയാനല്ല. സ്തോത്രം. അതല്ലെന്നാണ് പഴയ നിയമചരിത്രത്തിൽ പറയുന്നത്. അങ്ങനെയാണ്, അത് തന്നെയാണ് പുതിയ നിയമചരിത്രത്തിലും ദൈവം പറഞ്ഞ അനുഗ്രഹങ്ങളൊന്നും. ഞാൻ ഇന്ന് പകലും തിരുവഴുത്തി ധ്യാനിക്കുമ്പോൾ പത്രോസിന്റെ മരണവിധം സംബന്ധിച്ച് കർത്താവ് സംസാരിക്കുന്നുണ്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ. വാസ്തവത്തിൽ വളരെ രസകരമായിട്ടാണ് ആ ഭാഗമൊക്കെ. കർത്താവ് വളരെ അരിശപ്പെട്ട് ശിഷ്യനോട് സംസാരിക്കുകയാണ്. കർത്താവിനോട് അവന്റെ മരണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ, പത്രോസിന്റെ മരണത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പത്രോസ് അവസാനം ചോദിക്കുകയാണ്, കർത്താവെ, എന്നോട് പറഞ്ഞ മരണത്തിനൊക്കെ നന്ദി, പക്ഷെ ഇവന്റെ കാര്യം എന്തോ ആവും, യോഹന്നാനെന്നോ, ഇവന്റെ കാര്യം എന്തോ. അന്നേരം കർത്താവിന് അല്പം അരിശം പൂണ്ടിട്ടാ പറയുന്നത്, ഞാൻ മടങ്ങി വരുന്നോളം വരെ അവൻ ജീവനോടിരുന്ന നിനക്ക് എന്നാന്ന്. വേറൊരാളുമായിട്ട് താരതമ്യം ചെയ്ത് നീ എന്തിനാ അശ്വസപ്പെടുന്നേ? സ്വതന്ത്രം. നിന്റെ മരണവിധം, ആ മരണം കൊണ്ട് മഹത്വപ്പെടുത്തുമെന്ന് പറയുന്ന ആ മരണം മറ്റൊരാളെ വിടുതലുമായിട്ട് എന്തിനാ താരതമ്യം ചെയ്യുന്നേ? മറ്റൊരാളെ ദീർഘായുസമായിട്ട് എന്തിനാ താരതമ്യം ചെയ്യുന്നേ? സ്വതന്ത്രം. നമ്മളെയൊക്കെ നോക്കി പലപ്പോഴും ദൈവം ഇങ്ങനെ അടിക്കാനും പറ്റില്ല, അരിശപ്പെടുകയാണ്, ചേർത്ത് വെച്ചും പോയി. കഴിഞ്ഞ ദിവസം ഞങ്ങൾ നമ്മുടെ സഹോദരങ്ങളുമായിട്ട് ആ പാർക്കിംഗ് ഏരിയയിൽ ഒന്ന് സംസാരിച്ചായിരുന്നു. അനന്യാസിന്റെ സഫീറയുടെയൊക്കെ കാര്യം. എന്തുകൊണ്ട് കർത്താവ് പെട്ടെന്ന് അടിക്കുന്നില്ല? എന്നോടൊപ്പം ഉണ്ടോ? അഴിമതി ചെയ്തിട്ടും കർത്താവ് ആദ്യ നൂറ്റാണ്ടിൽ അടിച്ചതുപോലെ എന്തുകൊണ്ട് ഇപ്പം അടിക്കുന്നില്ല? അപ്പോൾ ഞങ്ങൾ ആ പാർക്കിംഗ് ഏരിയയിലായതുകൊണ്ട് എൻ്റെ മനസ്സിൽ ഓടി വന്ന ചിന്ത, അനന്യാസിന്റെയും സഫീറയുടെയൊക്കെ കാലം പോലായിരുന്നെങ്കിൽ ഇന്ന് സഭയ്ക്ക് ഇത്രയും വലിയ പാർക്കിംഗ് ഗ്രൗണ്ട് അല്ല, അത്രയും വലിയ ശ്മശാനം വേണമായിരുന്നു. കാരണം വരുന്നവൻ അന്നേരം അടക്കമല്ലേ. ഈ സഭയെ ചെറുതായിട്ട് കാണരുത് കേട്ടോ, സഭയെ ചെറുതായിട്ട് കാണരുത്. ഒരു വീട്ടിൽ അച്ഛനെ അമ്മാമ്മയും ഒരു ബന്ധക്കാരോട് പോലും ചോദിക്കാതെ അടക്കിയിട്ടും ഒരു പെറ്റിക്കേസ് പോലും വന്നിട്ടില്ല. വീട്ടുകാരെ വിളിച്ച് ഞാൻ രണ്ടുപേരും മരിച്ചിട്ടുണ്ട്, എന്നാ ചെയ്യണം? നേരെ വന്ന അസ്വാഭാവിക മരണത്തിന് കേസെടുക്കുകയല്ലേ ഇന്നത്തെ ആണെങ്കിൽ. കുരുത്തക്കേട് കാണിച്ച് അകത്ത് വന്നവനോട് പരിശുദ്ധാത്മാവ് ന്യായം പിരിച്ചു കഴിഞ്ഞപ്പോൾ ആമേൻ, ആ സഭയെ ചോദ്യം ചെയ്യാൻ ആ കാലത്ത് ഒരു മനുഷ്യനില്ലായിരുന്നു. എടുത്തോണ്ട് പോയി അടക്കി. അനന്യാസിനെ അടക്കി മടക്കി വരുമ്പോൾ അടുത്ത ആളെ അടക്കം നടത്തുകയാണ്. ആമേൻ. എന്തുകൊണ്ട് ഇന്ന് അത് നടക്കുന്നില്ല? ചില ചോദ്യങ്ങളൊക്കെയാണ്. ഞാൻ പറയാം, അതിനകത്ത് ദൈവം ഇതെല്ലാം കൂടെ മാറ്റി ഇങ്ങനെ കണക്ക് പുസ്തകത്തിൽ എഴുതി മാറ്റി വയ്ക്കുകയാണ്. പെട്ടെന്ന് അടിക്കാത്തതിന്റെ കാരണം സാധുക്കളായ മറ്റുള്ള ജാതികളുടെ വിടുതലും കൂടെ ഓർത്തിട്ടാണ്. കാരണം വെളിയിൽ നിൽക്കുന്നവൻ നോക്കുമ്പം ഇന്നലെ രക്ഷിക്കപ്പെട്ട് അങ്ങോട്ട് പോയാൽ ഇന്ന് മരിച്ചല്ലോ, ഇനിയിപ്പം എന്താ ഞങ്ങൾ ഇനി അങ്ങോട്ടില്ല, അവിടെ പോയാൽ പെട്ടെന്ന് മരണം കഴിയും, അടക്കം നടത്തും എന്നുള്ള ചിന്തയൊക്കെ വന്നു. ചിലപ്പോൾ അതായിരിക്കാം അടുത്ത് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായമാണ് സ്വതന്ത്രം എങ്കിലും ചിലപ്പോൾ അത് വാസ്തവമായിരിക്കാം. മറ്റുള്ള ബലഹീനരെ ഓർത്ത് ചിലതിനെ തമ്പുരാൻ അങ്ങ് സഹിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം.
ആത്മീയതയെ ഭൗതികമായി കൂട്ടിക്കെട്ടി നമ്മൾ ദൈവിക നിയോഗങ്ങളിൽ നിന്ന് വഴുതി മാറുന്നവരാകാതെ കൽപ്പനകളെ പാലിക്കുന്ന ആ വലിയ മനോഭാവത്തോടെ നമ്മൾ ഈ ആണ്ടർദ്യോഗത്തിന്, ഞാൻ തിരുവനന്തപുരത്തൊരു സഭയിൽ ആണ്ടർദ്യോഗം കൂടിയപ്പോൾ ഈ ലാസ്റ്റ് നമ്മുടെ ആണ്ടർദ്യോഗത്തിനൊരു പണ്ട് കാലം മുതലേ കൈമാറി വരുന്നൊരു പാരമ്പര്യ സ്വഭാവം ഉണ്ടല്ലോ, ഈ കുറിവാക്യം വെക്കുന്ന ഒരു പരിപാടി. രാത്രിയാകുമ്പോൾ വാഗ്ദത്ത വചനങ്ങൾ എടുക്കും, വാഗ്ദത്ത വചനങ്ങൾ കൈമാറും അല്ലെ. ആ പാതി മയക്കത്തിൽ ആ വാഗ്ദത്തം എഴുതി വെച്ച് ആ ഡേറ്റ് അടക്കം നമ്മൾ എഴുതി വെച്ചൊരു സ്വത്രം പറയുമായിരുന്നു. അപ്പൊ ആ സഭാപാസ് ചെയ്ത പരിപാടി വാഗ്ദത്ത വചനം കൊടുത്തിട്ട് ചോദിച്ചു, നിങ്ങൾക്കാർക്കും ഇത് ഇഷ്ടപ്പെടാതെ മാറ്റണം എന്നുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് രസകരമായി ചോദിച്ചു. ഒരു സഹോദരി കൈ ഉയർത്തിയിട്ട് പറഞ്ഞു, ഇതൊന്ന് മാറ്റിത്തരണോ. അപ്പൊ ചോദിച്ചു, എന്നാ പറ്റി നിനക്ക് എന്നാ പറ്റും? പറയും, 3 വർഷമായിട്ട് എനിക്ക് ഈ വാക്യം തന്നെ കിട്ടുന്നതെന്ന്. ഒരു വെറൈറ്റി വാക്യം കിട്ടിയ. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഈ വായിക്കുന്ന ഈ പ്രോമിസ് വേർഡിനകത്ത് ഏതെങ്കിലും ഓരെണ്ണം അനുസരിക്കാനുള്ളതുണ്ടോ? മാവ് കുഴയ്ക്കുന്ന തൊട്ടി, നീ ഒന്ന് മാനസാന്തരപ്പെടാ. ദൈവമക്കളെ, ആണ്ടർദ്യോഗത്തിന് ജനുവരി 1-ാം തീയതി വെളുപ്പാങ്കാലത്ത് പാതി മയക്കത്തി എടുക്കുന്ന കുറിവാക്യത്തെ അടിസ്ഥാനപ്പെട്ടല്ല നമ്മുടെ ആത്മീയ ജീവിതം. എഴുതി തന്നിരിക്കുന്ന നിയമങ്ങളെ പാലിക്കണം. അനുസരണാ മനോഭാവമാണ്. വാഗ്ദത്തങ്ങൾ കാമേ. നമ്മൾ അടുത്ത രണ്ടാമത്തെ പടി വാഗ്ദത്തങ്ങളിലേക്കാണ് പോകുന്നത്. വാഗ്ദത്തം എന്ന മേഖലയിലേക്കാണ് തൊടാൻ ആഗ്രഹിക്കുന്നത്. ആമേൻ. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരുടെ കാര്യം ഞാൻ ഹൃദയം തുടങ്ങി പറയാം. അനുസരണാ മനോഭാവം നമ്മളിൽ നിർബന്ധിതമാണ്. ഇത് ദൈവത്തെ അനുസരിക്കത്തില്ല, ദൈവദാസന്മാരെ അനുസരിക്കത്തില്ല. പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ സമയത്തിന് വരാൻ നമ്മൾക്കൊരു അനുസരണ സ്വഭാവം പ്രകടമാണ്. ആമേൻ. അനുസരണ സ്വഭാവം പ്രകടമാണ്. നമ്മുടെ ചിന്ത ദൈവത്തിന് എന്തോ കംപ്ലൈന്റ് പറ്റി എന്നുള്ളതാണ്. ദൈവത്തിനൊരു കംപ്ലൈന്റും പറ്റിയിട്ടില്ല പ്രിയരെ. കംപ്ലൈന്റ് നമുക്ക്. ചിലരുടെ ചോദ്യം, ദൈവമേ നീ ദൂരത്തെ ഇരിക്കുന്ന എന്ത്? വാസ്തവത്തിൽ ദൈവം അല്ല ദൂരെ, നമ്മളാ ദൂരെ. നമ്മൾ ദൂരെ പോയി നിന്നിട്ട് ദൈവത്തെ നോക്കിയിട്ട് നീ ദൂരെ പോയി ദൈവത്തോട് ന്യായങ്ങളൊക്കെ പറയും. ചിലർക്ക് സത്യം അറിയാം, പക്ഷേ ആ അനുസരണത്തിലേക്കുള്ള ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നില്ല. കൽപ്പനകൾ, കർത്താവിൻ്റെ കൽപ്പനകൾ. ഞാനിതിനെ ദൈവം ഇറങ്ങിത്തിരിക്കാൻ പറഞ്ഞു. ലാഭം ഉണ്ടാക്കാൻ വേണ്ടി അല്ല അബ്രഹാം ഇറങ്ങിയത്. ദൈവം അബ്രഹാം സഞ്ചരിച്ച വഴികളിൽ അനുസരിച്ചിറങ്ങിയവനുള്ള അനുഗ്രഹങ്ങളാണ് ദൈവത്തിന് കൊടുത്തത്. ചേർന്ന് രാമൻ പറഞ്ഞാട്ടെ. ഞാൻ ദൈവമക്കളോട് ഹൃദയം തുടങ്ങി പറയാം, നമുക്ക് ഒരു കുഞ്ഞിനെ പോലെ ചുവട് മുമ്പോട്ട് വയ്ക്കാം. നമ്മുടെ വഴികളിൽ നമുക്ക് ചുവട് മുമ്പോട്ട് വയ്ക്കാം. നമ്മുടെ യാത്രകളിൽ ചുവട് മുമ്പോട്ട് വയ്ക്കാം. ഞാനതിനെ ആ ചരിത്രപരമായ വിശദീകരണത്തിലേക്കല്ല കൊണ്ടുപോകുന്നത്. ആ ഒറ്റ വാക്ക് മാത്രമാണ് കടമെടുത്ത് മുന്നോട്ട് യാത്ര ചെയ്യുന്നത്. കാണുന്നതിനെ വിടാനും കാണാത്തതിലേക്ക് ഇറങ്ങാനുമുള്ള ദൈവശബ്ദത്തെ മറുചോദ്യമില്ലാതെ, ന്യായീകരണങ്ങൾ പറയാതെ, കാലതാമസം വയ്ക്കാതെ, അത് മോനെ കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിലും എല്ലാ വഴികളിലും അങ്ങനെ തന്നെ അനുസരണ മനോഭാവം പ്രകടമായിടത്ത് അതിനകത്ത് അനുഗ്രഹമുണ്ട്. അനുസരണത്തിനകത്തുണ്ടായിരുന്ന വഴി റൂട്ട് മാപ്പൊന്നും കൊടുത്തല്ല ഇറങ്ങിയത്. അനുസരിച്ചിറങ്ങിയ വഴികളിൽ അനുസരിച്ചിറങ്ങിയപ്പോൾ അവിടെ വഴി വെളിപ്പെടുകയായിരുന്നു. അനുസരണത്തിനകത്തുണ്ട് വഴി, അനുസരണത്തിനകത്തുണ്ട് അനുഗ്രഹങ്ങൾ, അനുസരണത്തിനകത്തുണ്ട് അനിവാര്യമായ വിടുതലുകൾ. ആമേൻ. നമുക്ക് ചുവട് മുമ്പോട്ട് വയ്ക്കാം, കൽപ്പനകൾക്ക് വാല്യൂ കൊടുക്കാം. ദൈവത്തിൻ്റെ ആ നിയോഗങ്ങളെ കാലതാമസം വയ്ക്കാതെ മുൻപോട്ട് യാത്ര ചെയ്യണം. ദൈവത്തിന്റെ കൽപ്പനകളെ അയവ് വരുത്താൻ പാടില്ല. ഹല്ലേലൂയ. അവന്റെ കൽപ്പനകളിൽ നിന്ന് മാറിയിരിക്കാൻ നമുക്ക് അനുവാദമില്ല. നമുക്ക് മുമ്പോട്ട്, എനിക്ക് രണ്ടാമത്തെ ഭാഗത്തെ തൊടാതെ ഞാനൊന്ന് മുമ്പോട്ട് കൊണ്ട് അവിടെ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ സമയത്തിനകത്ത് അത് തീർക്കാൻ പാടുപെടും. എങ്കിലും അമ്മേൻ, ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഇന്ന് രാത്രി ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ദൈവമക്കളെ, അമ്മേൻ, ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്ന ദൈവത്തിന്റെ ആവശ്യപ്പെടലുകളിൽ കാലതാമസം വയ്ക്കാതെ, ഞാൻ ആ രണ്ടാം ഭാഗവും കൂടെ തൊട്ട് നിർത്തണമെന്നാണ് ആഗ്രഹിച്ചതെങ്കിലും സമയത്തിന്റെ കൃത്യതയിലേക്ക് അത് ഓടിയെത്തിയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇവിടെ അവസാനിപ്പിക്കുന്നു. നമുക്ക് മുൻപോട്ട് യാത്ര ചെയ്യാം. ഹല്ലേലൂയ. ആമേൻ. എവിടെങ്കിലുമൊക്കെ വൈകുന്നു എന്ന് തോന്നുന്നു, കാലതാമസമാണ്. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും വിധത്തിൽ ദൂതുകളോ അരുളപ്പാടുകളോ പ്രവചനങ്ങളായിട്ടോ സ്വപ്നങ്ങളായിട്ടോ ആമേൻ ദൈവത്തിന്റെ ആജ്ഞ ലഭിച്ചിട്ട് അതിൽ നിന്ന് വഴുതി മാറി സഞ്ചരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി മടങ്ങി വരാൻ ദൈവാത്മാവ് ഓർമ്മിപ്പിക്കുക. ചില വിശ്വസ്തരെന്ന് എണ്ണി ഏൽപ്പിച്ച കൃപകളും കൃപാവരങ്ങളും നിയോഗങ്ങളൊക്കെ ആമേൻ, അല്ലെങ്കിൽ ഏൽപ്പിച്ച ശുശ്രൂഷകൾ, അതിൽ നിന്ന് വഴുതി മാറി സഞ്ചരിക്കുന്നത് ഇതിനകത്തുണ്ട്. ഒന്ന് മടങ്ങി വരാൻ തയ്യാറാണോ? ദൈവം ആവശ്യപ്പെടുന്നതിനെ അനുസരിക്കാനുള്ളൊരു മനോഭാവം. എന്ത് വെട്ടിപ്പിടിക്കാം, ഏതാത്മീയ അനുഭവത്തിലൂടെയും ഞാൻ എന്ന വ്യക്തിയുടെ സാമ്രാജ്യം കെട്ടിപ്പടുക്കാനുള്ളത് അത്രപ്പാടിനപ്പുറം
ഒരു കുഞ്ഞിനെ പോലെ നമുക്ക് ഇറങ്ങിത്തിരിക്കാം. ഞാൻ കേരളത്തിൽ ദീർഘവർഷങ്ങൾ ശുശ്രൂഷയിലായിരുന്നു അമ്മേ. പക്ഷെ എൻ്റെ കർത്താവിനോട് പറഞ്ഞു, വേദിയല്ല വലുത്, വേലയാണ്. നീ മുൻപോട്ട് യാത്ര ചെയ്യണം. എവിടേക്കെന്ന് യാത്ര ചെയ്യാൻ അറിയാതെ കോവിഡ് കാലത്ത് മരണത്തെ മുഖാമുഖമായി കണ്ട വഴികൾ ഞാൻ ഈ പ്രസംഗിച്ച് യാത്ര ചെയ്യുമ്പോഴൊക്കെ എന്നെ കർത്താവിനോട് ചോദിക്കുക, നീ അബ്രഹാമിനെ പ്രസംഗിച്ചു, സ്വോത്രാഴ്ച വാങ്ങിച്ചു, പക്ഷെ നീ അനുസരിച്ചോ? നീ ഇറങ്ങിയോ? നീ മുമ്പോട്ട് പോയോ? ആമേൻ. അബ്രഹാം സ്വന്തം നാടും വീടും വിട്ടു. ആമേൻ. നീ എങ്ങനെ? നീ മുമ്പോട്ട് യാത്ര ചെയ്തോ? മറു ചോദ്യങ്ങൾ, ദൈവശബ്ദം ഒരു പ്രതിക്കൂട്ടിൽ എന്ന പോലെ ചോദ്യങ്ങളിലേക്ക് എന്നെ കൊണ്ടുവന്നു. അവിടെ കർത്താവിനോട് ഞാൻ പറഞ്ഞു, കർത്താവേ, അങ്ങ് എവിടെ പറഞ്ഞാലും പോകാൻ ഞാൻ തയ്യാറാണ്. ബന്ധങ്ങളില്ല, വേദികളില്ല, പ്രിയരായവരില്ല, ആരുമില്ല. ഒരു ചെറിയ ക്ഷീണം വന്നാൽ എടുത്തുകൊണ്ട് പോകാൻ പോലും ആരുമില്ലാത്ത ആ വഴികളിലേക്ക് ദൈവത്തിന്റെ വഴികളാ, ദൈവത്തിന്റെ ശബ്ദമാണ് എത്തിച്ചത്. ഞാൻ ജീവിതത്തിലൂടെ പറയാം, അനുസരണത്തോടെ, കണക്കുകൂട്ടലുകളില്ലാതെ, സങ്കല്പങ്ങളില്ലാതെ, ഭാവന കാണാതെ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ മുമ്പോട്ട് യാത്ര ചെയ്യാമോ? സ്വത്രം. നമ്മൾ ലൈഫ് സെറ്റിൽ ചെയ്യാനുള്ള തത്രപ്പാടിലാണ്. അല്ല, ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ചിലതിനെ വെടിയാൻ, ചിലത് ദൈവാത്മാവ് ചിലരെ പറിച്ചു മാറ്റും കേട്ടോ. ദൈവാത്മാവ് ആമേൻ ചിലരെ പറിച്ചു നടും. മുൻപോട്ടൊരു കൊച്ചു കുഞ്ഞിനെ പോലെ യാത്ര ചെയ്യാൻ തയ്യാറുള്ളവർ ഇന്ന് രാത്രി സമർപ്പിക്കുക. ആമേൻ. നിങ്ങൾ കെട്ടിപ്പടുതെടുത്ത, പടുതുയർത്തിയ ഈ സാമ്രാജ്യങ്ങളെ വിട്ടിറങ്ങാനല്ല. നിങ്ങൾ നിരാശപ്പെടരുത്. ചിലർ സ്വത്രം പറയാൻ പേടിയുണ്ടാകും. ദൈവമക്കളെ, നിങ്ങളെ ഏൽപ്പിച്ച, നിങ്ങളോട് ആവശ്യപ്പെടുന്നതിനെ അനുസരിക്കാൻ സ്തോത്രം. നിങ്ങളോട് ആവശ്യപ്പെടുന്നതിനെ ഒരു കുഞ്ഞിനെ പോലെ അനുസരിക്കാൻ സ്തോത്രം സമർപ്പിക്കുന്ന എത്ര പേരുണ്ട്? നിങ്ങളും സാഹചര്യവുമായി താരതമ്യം ചെയ്യാതെ പറഞ്ഞ ദൈവവുമായി താരതമ്യം ചെയ്ത് ചുവട് മുമ്പോട്ട് വയ്ക്കാൻ ഇന്ന് രാത്രി നമ്മളെ ഏൽപ്പിക്കാം. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊരു പാട്ടിയടികൾ ചേർന്ന് പാടി നമുക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താമല്ലോ. അന്യദേശത്തു പരദേശിയ മന്നീതിൽ കൂടാരവാസികളാ, അന്യദേശത്തു പരദേശിയ മന്നീതിൽ കൂടാരവാസികളാ, ഉന്നതനാം ദൈവം ശില്പിയായി നിർമ്മിച്ച, ഉന്നതനാം ദൈവം ശില്പിയായി നിർമ്മിച്ച വന്നഗരത്തിനായി കാത്തുവസിക്കുന്ന, വന്നഗരത്തിനായി കാത്തുവസിക്കുന്ന ഭക്തരിൻ വിശ്വാസ ജീവിതം പോലിത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? ഭക്തരിൽ ജീവിതം പോലിത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? അഗ്നിമേഘസ്തംഭം തന്നിൽ ദൈവം മാറാതെ കാവൽ നിൽക്കും മരുവിൽ. അഗ്നിമേഘസ്തംഭം തന്നിൽ ദൈവം മാറാതെ കാവൽ നിൽക്കും മരുവിൽ. അന്നവൻ നൽകും മന്നയിൽ തൃപ്തര, അന്നവൻ നൽകും മന്നയിൽ തൃപ്തര, അക്കരെ വാഗ്ദത്ത നാടിനു പോകുന്ന, അക്കരെ വാഗ്ദത്ത നാടിനു പോകുന്ന ഭക്തരിൻ വിശ്വാസ ജീവിതം പോലിത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? ഓ ഭക്തരിൽ വിശ്വാസ ജീവിതം പോലിത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമ്മൾ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. നമ്മൾ സന്ദേശത്തിന്റെ ഒരു ചെറുഭാഗം മാത്രമാണ് തുടങ്ങിയത്. ആമേൻ. ഒരു പൂർണ്ണമായ ചിന്തയിലേക്ക് നമുക്ക് അടുത്ത രാത്രിയിൽ സന്ദേശത്തെ തുടരാം എന്ന് കരുതുന്നു. നമുക്ക് സമർപ്പിക്കാം. ഇന്ന് രാത്രി ഒറ്റ വാക്ക്, അദൃശ്യനായ ദൈവത്തെ ആമേൻ. നമുക്ക് ചിലപ്പോൾ പരിചയസമ്പന്നതയും ജ്ഞാനവും ഈ ലോകപരമായി അറിവും കഴിവും ഒക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ ദൈവം ആവശ്യപ്പെടുന്ന, ദൈവത്തിന്റെ ആവശ്യപ്പെടലുകളുടെ മുമ്പിൽ ഒരു കുഞ്ഞിനെ പോലെ അനുസരിക്കുന്ന, ആമേ, അത് തരാം ഇത് തരാം എന്നാ ഇറങ്ങാമെന്നുള്ള ബാലിശ മനോഭാവമല്ല. ദൈവം പറയുന്നതിലേക്ക് കുഞ്ഞിനെ പോലെ ചലിക്കാൻ ഇന്ന് രാത്രി നമ്മളെ ഏൽപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്തോത്രം.